ആര് പറയും? നേർക്ക് നേരെ കള്ളം പറയുന്നു. ഹലോ, ദിസ് ഇസ് ജയ്. സലിംകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര ചടങ്ങുകളുടെ ഇടയിലേക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ കടന്നുകയറ്റത്തെ ആ സമയത്ത് സലിംകുമാറിന്റെ മകൻ ചന്തു ശക്തമായി വിമർശിച്ചിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 24 ചാനലിൽ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന തമ്മിൽ തമ്മിൽ പ്രോഗ്രാമിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ സൂരജ് പാലക്കാരനും ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സും തമ്മിലുള്ള ഒരു സംവാദം. ആദ്യം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മുഴുവൻ സ്ഥലത്തും സർവീലൻസുമായിട്ട് കുറെ ആളുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ സ്വകാര്യതയുടെ കടുത്ത ലംഘനമാണ്. അത് നിയമവിരുദ്ധവുമാണ്. അത് സത്യത്തിൽ മനുഷ്യത്വ വിരുദ്ധവുമാണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞ അതൊരു ഒരു ശല്യമല്ലേ എന്നൊക്കെ അത് ചേച്ചിയുടെ ഒരു ഭാഷ പറഞ്ഞതേ. അത് മൈൽഡാ, അതൊന്നുമല്ല. അത് മനുഷ്യവിരുദ്ധമായ പരിപാടിയാണ്. ഒരാളെ പിന്നാലെ അയാളെ സ്വകാര്യത ലംഘിക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും വിലക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിന് ഈ പറഞ്ഞ ഇപ്പൊ SKM പറഞ്ഞ പോലെ ബോധവൽക്കരണം കൊണ്ടൊന്നും, എന്നാൽ ട്രാഫിക് ലോ മൊത്തം ബോധവൽക്കരിച്ചാൽ മതി, നമുക്ക് ലോ വേണ്ടല്ലോ, പെറ്റി അടക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ബോധവൽക്കരിച്ചാൽ നിൽക്കുന്ന ഒരു പ്രശ്നമല്ല അത്. ആ കാര്യത്തിൽ ഈ പറയുന്ന പോലെ ഇവരെല്ലാം പറയുന്ന പോലെ കണ്ടന്റിന് വേണ്ടി വാദിക്കുന്ന, കണ്ടന്റിന് വേണ്ടി ഇവരെ സമീപിക്കുന്ന ആൾക്കാരെ എന്ത് കണ്ടന്റ് വേണം ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതല്ലാതെ എനിക്കൊരു സ്വകാര്യത വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ പിന്നാലെ പോയിട്ട് കുത്തി അവരുടെ സ്വകാര്യതയെ ഇവിടെ സ്വകാര്യത വേണമെന്ന് ചന്തുവോ സലീംകുമാറോ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവരല്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞ ചന്തു എന്തിനു റിയാക്ട് ചെയ്യണം? ചന്തു എന്തിനാ ഇവിടെ എല്ലാ നടികളും മരിക്കുമ്പോഴും നടന്മാര് മരിക്കുമ്പോഴും ഇതേ സാധനം നടന്നുകൊണ്ടിരിക്കും. പ്രതികരിക്കത്തില്ലേ? കുറച്ചുകൂടെ വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം. കുറച്ചുകൂടെ ആങ്കർ അങ്ങോട്ട് മാനേജ് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്ന് അവരോടൊന്ന് മാറി നിൽക്കൂ. അജു പറഞ്ഞ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ അപ്പനും അമ്മയും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ പുള്ളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാൽ വന്നാ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് നിൽക്കും. ഒരു പ്രശ്നമില്ല, ഒരു ഫീലിംഗും ഇല്ല. അയാളുടെ ഫീലിംഗിലാണ് കാര്യം. നമ്മുടെ കോമൺ സെൻസ് വീട്ടില് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എവിടാണേലും പറഞ്ഞുതരാം. എന്ത് ചെയ്യുമെന്നാ പറഞ്ഞു. ആര് പ്രതികരിക്കും അവിടെ? അപ്പൊ പാലക്കാരൻ എന്റെ അടുത്തോട്ട് കണ്ടോ? കണ്ടോ? ഇവിടെ ഇരുന്ന് കാണിച്ചു കണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ അവതരിപ്പിക്കുന്നതല്ല ഇങ്ങനെയാ. കള്ളം ഇവിടെ മുന്നിൽ ഇരുന്ന് കൈയടി ഇത്രയും പേരും കേട്ടതല്ലേ? ഞാൻ കാര്യം പറ. എന്താ പറഞ്ഞു? സ്വന്തം വീട്ടിൽ ഒരാൾ കിടക്കുമ്പോ ക്യാമറ ആയിട്ട് വരുന്നപ്പോ ആര് പറയും? അവിടെ തന്റെ ചാനൽ ആര് പറയും? നേർക്ക് നേരെ കള്ളം പറയുന്നു. നീ കൊള്ളാമല്ലോ. അതന്നെ റിലാക്സ്. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം വെറുതെ അമ്മാതിരി പരിപാടി കാണിച്ചത്. ഏതാ ലൈറ്റിൽ അടിച്ചു വിടുന്നായി കാണുന്നേ? ചെകുത്താൻ പറഞ്ഞു അവന്റെ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല, അപ്പം മരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ ഇവൻ പറഞ്ഞ എന്തുവാ? അങ്ങനെയല്ല. നമ്മളതിലേക്ക് ചർച്ച പോകണ്ട. അമ്മ മരിച്ചാൽ കുഴപ്പമില്ല. സാധനം എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. നിലവാരത്തിലുള്ള ആളുകളെല്ലാവരും സ്വയം ബോധവൽക്കരിച്ച് നിൽക്കുമെന്ന് SKന് അഭിപ്രായം ഉണ്ടോ? ഇപ്പൊ ഈ കണ്ട പ്രകടനം ഉണ്ടല്ലോ, ഇതൊന്നും സ്വയം ബോധവൽക്കരിക്കാൻ പറ്റൂല. അതെന്നെ പരിപാടിയാ. അങ്ങനെ പറയാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ഇദ്ദേഹത്തോട് യോജിക്കുന്നില്ല. ഞാൻ അജുവിനോട് ചോദിച്ച ആളല്ല. നോക്കൂ, ഞാൻ അജുവിനോട് ചോദിച്ച കഴിഞ്ഞു. പക്ഷെ ഞാൻ പ്രതികരിച്ചൊരു രീതിയുണ്ട്. ഞാൻ അതിലപ്പുറം പറയുന്നില്ല. ഈ ഓൺലൈൻ മീഡിയ സംസ്കാരമാണ് വലിയ പ്രശ്നം. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു സിവിക് സെൻസും ഇല്ലാതെ, വൈകാരികതയെ പറ്റി തിരിച്ചറിവില്ലാതെ, മരണവീട് എന്താണ്, കല്യാണ വീട് എന്താണെന്ന് തിരിച്ചറിവില്ലാത്തടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതിന് റെഗുലേറ്റ് ചെയ്യാൻ ബോധവൽക്കരണം മാത്രം പോരാ, കൃത്യമായ ഒരു ഡെക്കോറം നിർമ്മിക്കപ്പെട്ടേ പറ്റൂ. ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്വകാര്യതയിലേക്ക് ആരെങ്കിലും ക്യാമറ കണ്ണുകളുമായി കടന്നു കയറിയാൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതുപോലെയാണ് സെലിബ്രിറ്റികളാണേലും അവരും മനുഷ്യരല്ലേ.
നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വിയോഗം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാതെ നിൽക്കുന്ന നിമിഷം ആരെങ്കിലും ഇതുപോലെ ക്യാമറയും കൊണ്ട് വന്നാൽ ചിലപ്പോൾ നമ്മൾ നിയന്ത്രണം വിട്ട് പ്രതികരിച്ചെന്നിരിക്കും. പക്ഷെ അത്ര പോലും ചന്തു പ്രതികരിച്ചിട്ടില്ല. സോ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ബൗണ്ടറി ഉണ്ട്. ഇനിയെങ്കിലും എന്തിൻ്റെ പേരിലായാലും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് സോഷ്യൽ മീഡിയ ഇതുപോലെ ക്യാമറ കണ്ണുകളുമായി കയറി ചെല്ലുന്നത് ഒന്ന് നിർത്താൻ നോക്കുക. കാരണം എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായി മാറും.